ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പാചകവാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കണ്ടോ? കോളിഫ്ലവർ കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള 2 ഐറ്റങ്ങളാണേ. അപ്പോൾ അതിന് ഞാൻ ആദ്യം കോളിഫ്ലവർ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തിളപ്പിക്കുമല്ല, ഒരു ശകലം ഒന്ന് വേവിച്ചിട്ടുണ്ട്. പിന്നെ മൈദയുണ്ട്. ഇനി മൈദാപ്പൊടിക്കകത്തോട്ട് കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ പാത്രം കണ്ടോ, ഇതെനിക്ക് മോൻ മേടിച്ച് തന്നതാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് ഉപ്പെടുക്കുന്നു, വേറെ ഒന്നിൽ നിന്ന് മഞ്ഞൾപ്പൊടി എടുക്കുന്നു, വേറെ ഒന്നിൽ നിന്ന് മുളക് പൊടി എടുക്കുന്നു. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവൻ അന്നേരം തന്നെ എനിക്ക് ഓർഡർ ചെയ്ത് മേടിച്ച് തന്നാൽ. അപ്പോൾ ഈ പാത്രം ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ, എല്ലാ പൊടികളും ഒന്നിച്ച് അതിനകത്തിട്ട് വെക്കാം. കണ്ടോ, ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം. അപ്പം നമുക്കിനി ഈ മൈദാപ്പൊടിക്കകത്തോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഉണ്ടോ? ഞാനിങ്ങനെ ചുറ്റിനും ഇതിങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ഓരോന്നും അടപ്പിനകത്തൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതും ഇട്ടതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അവനിത് മേടിച്ച് തന്നത്. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് വെക്കാനും എടുക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലവും മതി. നോക്കിക്കേ, ഒരു 6 പാത്രം ഇരിക്കേണ്ടടുത്തായി ഈ ഒരൊറ്റ പാത്രം ഇരിക്കുന്നത്. പിന്നെ ഇനി ഇതിന് ചെറിയ ചെറിയ സ്പൂണുകളും കൂടെ മേടിക്കണം. അങ്ങനെ ഞാൻ നമ്മുടെ മൈദയ്ക്കകത്തോട്ട് ഉപ്പും ഇട്ട് ബാക്കി എല്ലാ പൊടികളും എല്ലാം കൂടി ഇട്ട് ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ എന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ കോളിഫ്ലവർ ബട്ടർ ടിക്ക. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളിഫ്ലവർ വേവിച്ചെടുത്ത് ഇതേപോലെ പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ആ കോളിഫ്ലവർ ഈ മസാലപ്പൊടിക്കകത്തോട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാവാനായിട്ട് പുരട്ടി ഒന്ന് അടച്ച് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, താഴെത്തട്ടിലോട്ട് കുറച്ച് നേരം ഇത് മസാലയൊക്കെ പുരട്ടിയിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണ്ടേ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ടെടുത്ത് അതൊന്ന് വൃത്തിയായിട്ട് അതിനകത്ത് കുഴച്ച് വെക്കുക. അപ്പോൾ ഇനി ആ പൊടികളെല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് അതെല്ലാം അരിഞ്ഞ് വെക്കാം. അത് കണ്ടോ, അതെല്ലാം അതിനകത്തിട്ട് ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്താണ്. സാധാരണ നമ്മൾ തിളപ്പിക്കാറേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ടിക്ക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കനലിൽ ചുട്ടെടുക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇനി അത് വേവുമോ അതിനകം എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ വെള്ളത്തിലിടാൻ നേരത്ത് ഒന്ന് വേവിച്ചും കൂടെ എടുത്തു ശകലം. അപ്പം ഞാൻ പച്ചക്കറികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ക്യാപ്സിക്കം, സവാള, തക്കാളി, ഇത് 3 മതി കേട്ടോ. ഇത് നമ്മൾ കറിയല്ലല്ലോ, ഇത് 3 കൂടെ അതിലിങ്ങനെ കോർത്ത് നമുക്ക് ചുട്ടെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് 3 അരിഞ്ഞെടുത്തു. പിന്നെ ഞാനൊരു ഈർക്കിലി എടുത്തുകൊണ്ട് വന്നു. അപ്പം ദോശക്കല്ല് ചെറുതായതുകൊണ്ട് വലിയ ഈർക്കിലിയല്ല, 4 ചെറിയ ഈർക്കിലികളെടുത്തു. അപ്പം നമ്മുടെ ഇത് കുറേ സമയം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കോളിഫ്ലവറൊക്കെ പൊടിയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കവും തക്കാളിയും കൂടെ അതിനകത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം, പുരട്ടിയെടുക്കാം. അതായത് ആ മസാലപ്പൊടിയൊക്കെ നമ്മുടെ ഈ പച്ചക്കറികളെയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ ഈർക്കിലോട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നമ്മളത് കോർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, അതിൻ്റെ ആ ഒരു അതിനിടയ്ക്കോട്ട് ഊർന്നു പോകാതെ അല്ലെങ്കിൽ ഊരി വരാത്ത വിധം വേണം കോളിഫ്ലവർ അതിനകത്ത് കോർക്കാൻ. അപ്പോൾ അത് കോർക്കണമെങ്കിൽ 2 കൈയും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് കോർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇതെല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് ആദ്യം ക്യാപ്സിക്കം അല്ലെങ്കിൽ സവാള, അത് നമ്മുടെ ഇഷ്ടം പോലെ, സവാള, ക്യാപ്സിക്കം, തക്കാളി, ഇത് 3 ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കോർത്തെടുക്കണം. അങ്ങനെ കോർത്തെടുത്ത ഇത് കണ്ടോ. അപ്പോൾ അത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ കോർത്തെടുത്ത് ഇടയ്ക്ക് ഓരോ കോളിഫ്ലവർ വെച്ചു. അതിൻ്റെ ആ ഒരു കോളിഫ്ലവർ, അത് കഴിഞ്ഞ് സവാള, ക്യാപ്സിക്കം, തക്കാളി, പിന്നെയും കോളിഫ്ലവർ, സവാള, ക്യാപ്സിക്കം, തക്കാളി, അങ്ങനെ 4 കോർത്തെടുത്തു. കോളിഫ്ലവർ ബട്ടർ ടിക്ക എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിനി ദോശക്കല്ല് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ആ ഓരോ ഈർക്കിലികളായിട്ട് കോർത്ത് വെച്ചിരിക്കുന്ന ഓരോ കോളിഫ്ലവറും ഈർക്കിലി എടുത്ത് നമുക്ക് ഇതിലേക്ക് വെക്കാം. കണ്ടോ, ബട്ടറൊക്കെ തേച്ച് അടിപൊളിയാക്കി ഇട്ടേക്കുന്ന ദോശക്കല്ലിലോട്ട് നമുക്കിനി ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്നത്.
അത് ഓരോന്നായിട്ട് 2 കൈ കൊണ്ടും പിടിച്ച് പതുക്കെ എടുത്ത് വെക്കണം. എങ്ങനെയൊക്കെ ഒരു കൈ ക്യാമറ ആയതുകൊണ്ട് ഒരു കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെയൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ 4 എണ്ണം ഞാൻ അതിലോട്ട് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആദ്യം ഈ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പോയില്ല കേട്ടോ. ഞാനത് ബുദ്ധിമുട്ടിയൊക്കെ ഈർക്കിലിൽ നിന്ന് എടുത്ത് പൊക്കിയെടുത്തൊക്കെ തിരിച്ചൊക്കെ വെച്ചു. പക്ഷേ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിങ്ങനെ കറക്കി കൊടുത്താൽ മതി എന്നുള്ളത്. അങ്ങനെ നമ്മളിതങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിചയക്കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അടുത്ത ഉപാധി പെട്ടെന്ന് എനിക്ക് വന്നു മനസ്സിലോട്ട്. അത് തിരിച്ച് കറക്കിയാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന്. അങ്ങനെ പിന്നെ ഞാനത് കുറേ നേരം തീ കുറച്ച് വെച്ച് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് ഒന്നുകൂടെ വേവിച്ചത് കോളിഫ്ലവർ. അപ്പോൾ ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് കണ്ടോ, ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ബട്ടർ ഒഴിച്ച് കൊടുത്തു. അതൊന്നുകൂടെ കല്ലിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടെ, പിന്നെ ആ ബട്ടറിൻ്റെ ഒരു അടിപൊളി ഒരു ടേസ്റ്റ് കൂടെ വേണമല്ലോ, ബട്ടർ ടിക്കയല്ലേ. അങ്ങനെ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് തീയും കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. കൊള്ളാം, കാണാൻ നല്ല ഭംഗിയില്ലേ, എല്ലാം കൂടെ നല്ല കണ്ടോ. ആദ്യം ഞാനിങ്ങനെയാണ് ചെയ്തത്, അതെടുത്ത് പതുക്കേനെ പൊക്കിയെടുത്ത് തിരിച്ചു വെച്ചു എല്ലാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴയ്യോ ഞാനും തന്നെ ഇങ്ങനെ തിരിച്ചു വെക്കുന്നേ, ഇത് കറക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, എങ്ങനെയുണ്ട്? പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കമൻ്റ് ഇടണമെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങൾ ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാമല്ലോ, അതൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണേ. അപ്പം കമൻ്റ് ഇടാൻ ഒട്ടും മടി വിചാരിക്കരുത് കേട്ടോ. എന്നെ കാണുമ്പം ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ എന്ന്. അത് കേൾക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനന്നേരം അവരോട് പറയാറുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ഞാനത് അറിയുകയും കൂടെ ഒന്ന് വേണ്ടേ, എനിക്കൊരു സന്തോഷം. ഈ ചേച്ചി അല്ലെങ്കിൽ ഈ അനിയത്തി അല്ലെങ്കിൽ ഈ മോള് എൻ്റെ വീഡിയോ കാണുന്നതാണല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കാണുന്നവർ ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു 10 കമൻറ്റെങ്കിലും പ്രതീക്ഷിച്ചോട്ടെ, ആരൊക്കെ കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കാണുമ്പം എനിക്കറിയാമല്ലോ ചേച്ചി എൻ്റെ വീഡിയോ കാണാറുണ്ട്, എൻ്റെ സ്ഥിരം പ്രേക്ഷകയാണെന്നൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണേ. അങ്ങനെ നമ്മുടെ ടിക്ക എല്ലാം ഞാൻ കല്ലിൽ ഇങ്ങനെ ഇട്ട് തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഈ 4 ഈർക്കിലിയിൽ കോർത്തെടുത്തു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പീസുണ്ടല്ലോ നമുക്ക് ഈ ഈർക്കിലി കോർത്തെടുക്കാൻ പറ്റാത്തത്, അത് ഞാൻ എന്തോ ചെയ്തു, അത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ആയിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന കോളിഫ്ലവറും സവാളയും ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം കൂടെ എണ്ണയിലിട്ട് നല്ലപോലെ വറുത്തെടുത്തു. നമുക്കത് സോസ് കൂട്ടി അങ്ങനെയും കഴിക്കാമല്ലോ, പിന്നെ ടിക്കയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇത് ഈർക്കിലിയിലോട്ട് കോർക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ പീസുണ്ടല്ലോ, അതിൻ്റെ അടർന്നടർന്ന് വരുന്ന ചെറിയ പീസ്, അതായിരുന്നു. അങ്ങനെ അത് വറുത്തെടുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ടിക്ക. അത് നമ്മൾ വേവിച്ചെടുക്കണം, തീ കുറച്ച് തിരിച്ച് വെച്ച് വേവിച്ചെടുത്തു. അങ്ങനെ നല്ല അടിപൊളി 2 വിഭവങ്ങൾ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കി. അപ്പം നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് മോൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ടിക്ക അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ ആ വറുത്തെടുത്ത നമ്മുടെ ബാക്കിയുള്ള കോളിഫ്ലവറിനെ കണ്ട ഇതേപോലെ ചീനിച്ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കി സവാളയും വഴറ്റി കുറച്ച് സോസ് ഒഴിച്ച് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ആ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ടൊന്ന് ഇളക്കി എടുത്തു. അങ്ങനെ സോസും കൂട്ടി നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയും കോളിഫ്ലവർ ബട്ടർ ടിക്കയും റെഡി. അപ്പോൾ ഇനി പുതിയ പാചകവും ഒക്കെ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.